അങ്ങനെ DHSSൽ മോൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടോ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പർച്ചേസിങ്ങിലാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട്, ഏറെ നാളായിട്ട്, കുറേ കാലമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ. കാരണം വിഷമം എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള വിഷമമല്ല കേട്ടോ. മോൾക്ക് അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇവിടുന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് 10 ദിവസത്തിനുള്ളിൽ മൈഗ്രേഷൻ ഇവിടുന്ന് റെഡിയായി, പെട്ടെന്ന് തന്നെ റെഡിയായി കേട്ടോ. പക്ഷേ ഈക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എൻ്റെ പഠിച്ചോനെ ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ഞങ്ങൾ നേരിട്ട്, ഞാനും മോളും തിരുവനന്തപുരം നേരിട്ട് പോയി എഡ്യൂക്കേഷനിൽ പോയിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇന്ന് വരുന്ന ആൾ നമ്മൾ പോസ്റ്റ് വൈക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വരുന്ന ആളെ വരുന്നതാണ് വെയിറ്റ് ചെയ്ത് കുറേ ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് കയ്യിലോട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. എല്ലാ അവർ പറയുന്ന എല്ലാ രീതിയിലും എഴുതിയിട്ട് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ റൂൾസിൽ അവർ തിരിച്ച് റിപ്ലൈ ഒന്നും തന്നതുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരാളെ വിട്ടിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞു ഇനി മുദ്രപ്പേപ്പറും കൊണ്ട് പോയിട്ട് നേരിട്ട് എഴുതണം പേരൻസ് എന്ന്. അങ്ങനെ ഞാൻ മുദ്രപ്പേപ്പറും വാങ്ങിങ്ങാണ്ട് നേരിട്ട് പോയി പൂജപ്പുര എഡ്യൂക്കേഷനിൽ. അങ്ങനെ അതിന് അപ്ലൈ ചെയ്തു. അപ്പം തന്നെ കിട്ടി. അപ്പം തന്നെ കേട്ടോ, രാവിലെ പോയിട്ട് വൈകുന്നേരം കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നു. നേരെ തിങ്കളാഴ്ച ഞങ്ങൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തു. അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാതെ ഒരു സ്കൂളിലും ഇവൾക്ക് കയറാനും പറ്റില്ല. അൺഎയ്ഡിലായാലും ഗവൺമെൻറ്റിലായാലും കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ ശരിയാക്കി. അങ്ങനെ സ്കൂൾ ഇവൾക്ക് സെലക്ട് ആയിട്ടുണ്ട്, DHSS സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പർച്ചേസിങ് ആണ് കേട്ടോ. അപ്പോൾ A to Z സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഒരുപാട് ടെൻഷനൊക്കെ കഴിഞ്ഞിരിക്കാൻ. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചിട്ടില്ല. എനിക്ക് ലൈവായാലും എന്തായാലും ചിരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഒരു ടെൻഷനും മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങായിരുന്നു. ഈക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എന്താവും, അത് കിട്ടൂലേന്ന് ഒരുപാട് ലാസ്റ്റ് ഞാൻ എടുത്തൊരിതാണ് നേരിട്ട് പോകാമെന്നില്ല. അങ്ങനെ നേരിട്ട് പോയി, അത് ശരിയായി. അൽഹംദുലില്ലാഹ് ഇപ്പം ഞങ്ങൾ സന്തോഷവതിയാണ് കേട്ടോ. അപ്പം നമുക്കൊരു പാഠം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നേരിട്ട് പോയി ശരിയാക്കുക കേട്ടോ. അല്ലാതെ പോസ്റ്റ് വഴിക്കൊന്നും എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവില്ല. എൻ്റെ അവസ്ഥ ഞാൻ അനുഭവിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങി ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ചിരിയും കളിയൊക്കെ ഉണ്ട്. എന്തെന്ന് വിചാരിച്ചാൽ കുറേ ആയി ചിരിച്ചിട്ട്, ഞാൻ ഒരുപാട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ചിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മോൻക്ക് തോക്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു കട ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇക്കാൻ്റെ ഒരു കടയിൽ പാനിപൂരി. ഇത് ഈ നാട്ടിൽ തന്നെ കേട്ടോ ഇതുണ്ടാക്കണേ. അപ്പോൾ ആ ഒരു കടയിൽ പോയിട്ട് ഞങ്ങൾ ആദ്യം പൂരി കഴിച്ച്, പിന്നെ കാളൻ കഴിച്ച്. ഇക്ക മുട്ടക്കാളാനെ കഴിച്ചേ. അപ്പോൾ മുട്ടക്കാളൻ കഴിക്കുമ്പോൾ അത് മോൾക്ക് ടേസ്റ്റ് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇക്ക അത് വാങ്ങി. ഇക്ക ഒരു മുട്ടക്കാളൻ വാങ്ങിയതില്ലേ, അത് ടേസ്റ്റ് എനിക്കൊരു വായ മോൾക്കൊരു വായ എന്ന് പറഞ്ഞിട്ട് ഇക്ക അങ്ങനെ കഴിക്കൂല. അങ്ങനെ ഞങ്ങളങ്ങനെ കഴിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫുഡ്. അത് നൂഡിൽസ് കഴിക്കാനും ഭയങ്കര ഫുഡാണ് ഇതും. ഈ ഇക്കാൻ്റെ കടയിൽ ഭയങ്കര ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ. അങ്ങനെ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാശൊക്കെ ഫ്രീ ആണ് ഞങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ. എത്ര വേണേലും കഴിക്കാൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. കുറേ നേരം ചിരിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും നാൾ ഞങ്ങൾ സങ്കടത്തോടെ ഇരുന്നീന്ന്. സങ്കടം വരും സന്തോഷം വരും എന്ന് പറയുന്നത് പഠിച്ച റബ്ബ് തീരുമാനിക്കണേണ്. സന്തോഷമായാലും സങ്കടമായാലും നമ്മൾ അനുഭവിച്ചേ തീരൂ, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായൊരു വ്യക്തി ഈ ദുനിയാവിൽ ഞാൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് മാറിയാൽ, അതേമാതിരി ജില്ല മാറിയാലുള്ള പ്രശ്നം ഈക്വലൻസി സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്നു. ഓരോരോ ജനങ്ങളും അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓരോ പാഠം പഠിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു പാഠം ഞാൻ പഠിച്ചു.
എന്തായാലും നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരം കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടാ സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഇക്കാൻ്റെ ഫ്രണ്ട്സ് കൊടുത്തൊരു മാങ്ങ ഉണ്ട്, അടിപൊളി മാങ്ങയാണ് കേട്ടോ. അതും ഞാൻ കഴിച്ചു. അങ്ങനെ വീട്ടിൽ ഫുഡുണ്ട്, ബീഫും പരിപ്പ് കറി ഉണ്ട്, അതും കൂട്ടി ഇക്കയും മോളും ചോറ് കഴിച്ചു. ഞാൻ ഇനി ചോറൊന്നും കഴിക്കില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഫുഡ് നൈറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ കാളാനും പൂരിയും അതും ഇതൊക്കെ കഴിച്ചില്ലേ. അങ്ങനെ ഈ ഒരു മാങ്ങയും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീണ്ടും കാണാം, ബൈ.